ഹരിയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ. ലൈലത്തുൽ ഖദ്ർ ഞങ്ങളിലേക്ക് എത്തിയാൽ നബിയെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? എന്താണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത്? നിങ്ങൾ ഖുർആൻ ഓതാണോ വേണ്ടത്? ദിക്റുകൾ ചൊല്ലുകയാണോ വേണ്ടത്? എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അധികരിപ്പിക്കേണ്ടത് നബിയെ? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഓരോ രാവുകളിലും എന്തൊരു കാര്യമാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ تقولين اللهم إنك عفو تحب العفو فاعف عني. വല്ലാത്തൊരു ദിക്റാണത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഈ ഒരൊറ്റ ദിക്ർ മാത്രം അവൻ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചൊല്ലിയാൽ, അവർക്ക് കഴിയുന്നത്ര അധികരിപ്പിച്ചാൽ 100% അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിലെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് നബിയേ ലൈലത്തുൽ ഖദ്ർ എന്നാൽ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അത് 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഒരു രാവ്. 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഒരു രാവ് മാത്രമല്ല, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേകമാകുന്ന ഓർഡർ പ്രകാരം അല്ലാഹുവിന്റെ മലായികമാർ, പ്രത്യേകിച്ച് റൂഹ് എന്നതുകൊണ്ട് അതിനൊക്കെ തഫ്സീർ നൽകുന്ന മഹാന്മാർ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലായികമാരും അല്ലാഹുവിന്റെ നിന്നുള്ള പ്രത്യേകം ഓർഡർ പ്രകാരം ആ ദിവസത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ ആ ദിവസത്തിൽ സന്നിധമാകും. എന്നിട്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളിലേക്ക് മുഅ്മിനാത്തുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ മഹാനാകുന്ന ജിബ്രീൽ അവരെ തൊട്ടുകൊണ്ട് അവരെ തടവെ അവരെ മുസാഫഹത്ത് ചെയ്യുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കാനുള്ള പ്രയാസമുണ്ടാകും. ഇത് വിശ്വസിച്ചേ പറ്റൂ. കാരണം അത് ഈമാനാണ്. മുഅ്മിനുള്ള മുഅ്മിനിന്, ഈമാനുള്ളവർക്ക്, ഖൽബുള്ള മുഅ്മിനിന് വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അതുകൊണ്ട് വിശ്വസിച്ച്